നേർച്ച കാഴ്ചകൾ ബലം ചെയ്യുമോ? പള്ളിയിലോ വഴിയരികിലോ ഒക്കെ കാണുന്ന ഭണ്ഡാരങ്ങളിൽ ആളുകൾ പണമിടുന്നത് കാണാറുണ്ട്. നമ്മളൊക്കെ ഇടാറുമുണ്ട്. ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? എന്താണ് ഇതിന്റെ സത്യം? നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ അല്പം സഞ്ചരിച്ചേ അതിനുള്ള ഉത്തരം ലഭിക്കുകയുള്ളൂ. ഒന്നാമത്, ദൈവത്തിന് മനുഷ്യന്റെ സമ്പത്ത് വേണമോ? വേണ്ട എങ്കിൽ പിന്നെ തലമുറകളായി എന്തിനീ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നു? അത് ചിന്തിക്കേണ്ട കാര്യമാണ്. സത്യത്തിൽ ദൈവത്തിനോ പരിശുദ്ധന്മാർക്കോ നമ്മുടെ ഒരു ചില്ലിക്കാശ് പോലും വേണ്ട. പിന്നെ എന്തുകൊണ്ടാണ് 2 ചില്ലിക്കാശ് മാത്രം നേർച്ചയിട്ട വിധവയുടെ കാര്യം കർത്താവ് എടുത്തു പറയുന്നത്? നേർച്ചയിടുന്നത് ഒരു മാനസിക അവസ്ഥയാണ്. വഴിയരികിലെ പള്ളി ഭണ്ഡാരത്തിൽ പൈസ ഇട്ടില്ല എങ്കിൽ യാത്രയിൽ അപകടമുണ്ടാകും, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, കൃഷി നശിക്കും തുടങ്ങി പലതരം ഭയങ്ങളിൽ നിന്ന് പണം ഇടുന്നവരുണ്ട്. എന്നാൽ പൈസ ഇടാത്തവന്റെ പിന്നാലെ നടന്ന് ഉപദ്രവിച്ച് കാശുണ്ടാക്കുന്നവനാണോ ദൈവം? ഒരിക്കലുമല്ല. എല്ലാവരും ചെയ്യുന്നു എന്ന് ഞാനും ചെയ്തേക്കാം എന്ന് കരുതി ചെയ്യുന്നവരുണ്ട്. ആ കിടക്കട്ടെ, അവിടെയും 10 രൂപ. ദൈവത്തിന് കാശ് അർപ്പിക്കണം, പക്ഷെ എന്തിന് എന്ന് അറിയില്ല. വല്ല നേട്ടവും ഉണ്ടായിരിക്കാം. കാർന്നോരന്മാരൊക്കെ ചെയ്തിരുന്നതല്ലേ, ഞാനായിട്ട് ചെയ്യാതിരിക്കണ്ട. ഒരു ബലവും ഉണ്ടാകില്ല. ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് ബലപ്രാപ്തി ഉണ്ടാകാൻ നേർച്ചപ്പെട്ടിയിൽ പൈസ ഇടുന്നു. ഇങ്ങനെ നിരവധി മാനസികാവസ്ഥയിൽ നേർച്ച സമർപ്പിക്കുന്നവരുണ്ട്. ബൈബിളിൽ പഴയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ അബ്രഹാമിന്റെ ദാസൻ എലയാസാർ, ദാവീദ്, ശാലോമോൻ, എബ്രഹാം പിതാവ്, യാക്കോബാബ് തുടങ്ങിയ എല്ലാവരും തന്നെ നേർച്ചകളിൽ സമർപ്പിച്ചവരാണ്. അവർക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ചിന്തയിൽ നിന്നാകാം നമ്മളിൽ പലരും നേർച്ചകൾ കാര്യസാധ്യത്തിനുള്ളതാണ് എന്ന് ചിന്ത വന്നിട്ടുള്ളത്. അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ അവരൊക്കെ കഴിച്ച നേർച്ചകളുടെ സാരാംശം ഒന്ന് പരിശോധിക്കുക തന്നെ വേണം. സന്തോഷത്തിൽ നിന്ന് ദൈവം നടത്തിപ്പിന് വേണ്ടിയൊക്കെയാണ് നേർച്ചകൾ നടത്തിയത്. എലയാസാർ പോകുമ്പോൾ പറയുന്നത്, എന്റെ യജമാനന് വേണ്ടി പോകുന്ന ഈ പോക്കിൽ ദൈവമേ നീ അടിയനെ വഴി നടത്തണം. ദൈവം തിരഞ്ഞെടുക്കുന്ന കന്യകയാണ് എന്റെ യജമാനന് വേണ്ടത്. അതിനാൽ യഹോവയുടെ സന്നിധിയിൽ ഉടമ്പടി ചെയ്താണ് യാത്ര തുടങ്ങുന്നത്. യുദ്ധവിജയങ്ങളുടെ പേരിൽ ദാവീദ് സമർപ്പിക്കുന്ന കാഴ്ച താനല്ല, തന്റെ കഴിവല്ല വിജയമുണ്ടാക്കിയത്, വിജയം നൽകിയത് ദൈവമാണ് എന്ന തിരിച്ചറിവിൽ നിന്നുള്ള സന്തോഷത്താലാണ് ദാവീദിന്റെ നേർച്ച. ഇവിടെയെല്ലാം ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. ഈ നേർച്ചകൾ നടത്തുന്നതോടൊപ്പം അവരാരും നിഷ്ക്രിയരായി ഇരിക്കുകയല്ല. എലയാസാർ മറുവിലൂടെ യാത്ര ചെയ്ത് കന്യകയെ കണ്ടെത്തുന്നു. ദാവീദ് കഴിവ് മുഴുവൻ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നു. അല്ലാതെ നേർച്ച അർപ്പിച്ചിട്ട് ഇനിയെല്ലാം ദൈവത്തിന്റെ ഉത്തരവാദിത്വം എന്ന നിലപാടല്ല നിൽക്കുന്നത്. പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടി നേർച്ച നേർന്നിട്ട് പഠിക്കാതെ ഇരുന്നാൽ ദൈവം വന്ന് പരീക്ഷ എഴുതുമെന്നും വിജയം ലഭിക്കുമെന്നും ചിന്തിച്ചാൽ ഒരു ഫലവുമില്ല. എന്നാൽ പഠിക്കാനുള്ള കഴിവും ഓർത്തിരിക്കാനുള്ള കഴിവും ഇതെല്ലാം നമ്മുടെ പ്രയത്നത്തിന്മേൽ കർത്താവ് നൽകും. മടിയനിലല്ല പ്രവർത്തിക്കുന്നവരിലാണ് അനുഗ്രഹം ലഭിക്കുന്നത്. എല്ലാ രംഗത്തും ഇത് സംഗതമാണ്. എന്റെ പ്രയത്നത്തിന്റെ ഒരു ഭാഗം എന്റെ രക്ഷകനും പരിപാലകനുമായവന് ഞാൻ സമർപ്പിക്കേണ്ടതാണ് എന്ന ബോധ്യത്തിൽ നിന്ന് ചെയ്യുന്ന നേർച്ചകൾക്ക് ഫലമുണ്ട്. ഇങ്ങനെയുള്ള നേർച്ചപ്പണം ഉത്തരവാദിത്തകൾ ദുരുപയോഗം ചെയ്താൽ ശാപവുമുണ്ട്. ദൈവത്തിന്റെ നടത്തിപ്പ് ലഭിക്കുന്നതിനായും തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചകമായും കാഴ്ചകൾ അർപ്പിച്ചാൽ അർപ്പിക്കുന്ന തുകയുടെ വലിപ്പച്ചെറുപ്പം നോക്കിയല്ല കർത്താവ് അത് കൈക്കൊള്ളുന്നത്. സർവത്തിന്റെയും ഉടയവനായവന് നമ്മുടെ സമ്പത്തിന്റെ കാര്യമൊന്നുമില്ല. എന്നാൽ നമ്മൾ അർപ്പിക്കുന്നതിന് പിന്നിലെ മനസ്സ്, അതാണ് വലുത്. കർത്താവിന് നേർച്ചകൾ കഴിക്കുമ്പോൾ മനസ്സോടെ ചെയ്യുക, സന്തോഷത്തോടെ ചെയ്യുക. പ്രതിഫലം ഉറപ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.